നിങ്ങളിത് കണ്ടോന്നേ, ഞാൻ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഹെയർ ലോസ് ആണിത്. നമ്മൾ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഹെയർ ലോസ് ആകുക എന്ന് പറയുന്നത്. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 6 മാസം തൊട്ടാണ് എനിക്ക് ചെറിയ രീതിയിൽ ഹെയർ ലോസ് തുടങ്ങുന്നത്. അത് പിന്നെ കൂടി കണ്ടത് ഈ ഒരു അവസ്ഥ. ഈ ഒരു സമയത്തൊക്കെ എനിക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ നെഞ്ച് പൊട്ടിപ്പോകുന്നൊരവസ്ഥയാണ്. ഇത് അനുഭവിച്ചവർക്ക് മനസ്സിലാകും. മുട്ടയാകുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളൊക്കെ നല്ല ശരിക്ക് തലയോട്ടിയൊക്കെ കാണാവുന്നൊരവസ്ഥയായി. ഇപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുന്ന എൻ്റെ ഒരു 3 ആഴ്ചത്തെ മുടിയാണ് കേട്ടോ. ഇതെന്താ നിങ്ങൾ അൺബോക്സ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നത്. ഈ മുടി വെച്ചിട്ട് ഞാനിങ്ങനെ കെട്ടി വെച്ചിരുന്നു. ചിലപ്പോൾ ഇത് പറയും എക്സ്റ്റൻഷൻ്റെ മുടിയൊക്കെ എടുത്ത് വീഡിയോയ്ക്ക് വേണ്ടി ചുരുട്ടി വെച്ചിരിക്കുകയെന്ന്. ഇത് കാണുമ്പോൾ അറിയാലോ നരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെൻ്റെ സ്വന്തം മുടിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കണമല്ലോ. ഇങ്ങനെ മുട്ടയായി കഴിഞ്ഞാൽ എങ്ങനെ നടക്കുമെന്നും. പിന്നെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് എൻ്റെ ഹെയർ ഒന്ന് റീഗ്രോത്ത് ചെയ്ത് എടുക്കാൻ തുടങ്ങി. ചെറിയ രീതിയിൽ വളരാം. ഹെയർ പോകുന്ന കണക്ക് തന്നെ നമുക്കത് റീഗ്രോത്ത് ചെയ്ത് എടുക്കാനും പറ്റും, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ. ഞാൻ കണ്ടില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നും പ്രേമലു സ്റ്റൈൽ പോലൊക്കെ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്കിതൊരു പൊന്നുമടത്ത് ലക്ഷ്മിക്കുട്ടി പോലുള്ള സ്റ്റൈൽ പോലൊക്കെ ആയല്ലേ. അത്രയും ഞാൻ വളർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ 3 മാസം കൊണ്ട്. ഒരു 3 മാസം മൊത്തം പൊഴിഞ്ഞു. പിന്നെ എനിക്കൊരു 3 മാസം എടുത്ത് തന്ന് റീഗ്രോത്ത് ആകാൻ. ഇത് കണ്ടില്ലേ. ഈ ഒരു പിക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ബാക്ക് സൈഡിലൊക്കെ ഇത്രയും മുടി ഇങ്ങനെ വളർന്ന അശോകനാണ് കിടക്കുന്നത്. ഇതാണ് എൻ്റെ ഓൾഡ് ഹെയർ കേട്ടോ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലല്ലോ. എന്തായാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് കമൻറ്റ് ചെയ്യൂ, ഞാൻ ഷെയർ ചെയ്യാം.